Hello everyone, this is Muhammad Alfan. Welcome to Just 2 Minutes Excel Tips. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ഒരു പെർട്ടിക്കുലർ ഡാറ്റാബേസിലെ പ്രൊഡക്ട്സിൻ്റെ വാറണ്ടി എക്സ്പയറി ഡേറ്റ് എങ്ങനെ അറ്റ് എ ടൈം കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ മുന്നിൽ കാണുന്ന ചെറിയൊരു ഡാറ്റാബേസ് ലിസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്, പർച്ചേസ് ഡേറ്റ്, വാറണ്ടി പീരീഡ്, അതായത് ഓരോ പ്രോഡക്റ്റും എത്ര മാസമാണ് വാറണ്ടി ഉള്ളത് എന്നുള്ളത്. ആൻഡ് ലാസ്റ്റ് കോളം വാറണ്ടി എക്സ്പിറേഷൻ ഡേറ്റ്. ഈ ഒരു കോളത്തിലാണ്, അതായത് ഈ ഒരു ഫീൽഡിലാണ് എനിക്ക് റിസൾട്ട് പോപ്പ് ചെയ്യേണ്ടത്. സാധാരണ രീതിയിൽ മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഈ ഡെല്ലിൽ നിന്നുള്ള ലാപ്ടോപ്പ് 1 month ആണ് ഇതിൻ്റെ വാറണ്ടി പീരീഡ്. സോ ആ കേസിൽ ഇസ് ഈക്വൽ ടു പർച്ചേസ് ഡേറ്റ് പ്ലസ് 1 month. 1 month ഉദ്ദേശിക്കുന്നത് ടിപ്പിക്കലി 30 days ആണ്, റൈറ്റ്? എൻ്റർ ചെയ്യുന്നു. ഈ ഒരു ലെവലിൽ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ നമുക്കറിയാം ഓരോ മന്തും വേരി ചെയ്യും. ചില മന്തിൽ 30 ഉണ്ട്, ചിലതിൽ 31 ഉണ്ട്, ചില 29 ഉണ്ട്, റൈറ്റ്? സോ ആ ഒരു സിറ്റുവേഷനിൽ എസ്പെഷ്യലി ഒരു ഹ്യൂജ് ഡാറ്റാബേസ് ഡീൽ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത്തരം കേസിൽ നമുക്കിത് എങ്ങനെ ഡീൽ ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു ആൻഡ് മേക്ക് ഇറ്റ് 12 ഓൺലി. സോ ഗോ ടു ദിസ് സെൽ, അതായത് എവിടെ റിസൾട്ട് വേണ്ടതെന്നുള്ള കോളത്തിൽ ഇസ് ഈക്വൽ ടു ഈ ഡേറ്റ്. ഈ ഡേറ്റ് എന്നുള്ള ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ഫോമിൽ ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ മീൻസ് എക്സ്പയറി ഡേറ്റ്, റൈറ്റ്? സോ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തതിന് ഇൻപുട്ട് അല്ലെങ്കിൽ ഇത് ആർഗ്യുമെൻറ്റ് ചോദിക്കുകയാണ് എക്സൽ നമ്മളോട് സ്റ്റാർട്ട് ഡേറ്റ് എന്താണെന്നുള്ളത്. അതായത് പർച്ചേസ് ഡേറ്റ് സെലക്ട് ചെയ്തു, കോമ നെക്സ്റ്റ് എന്താ മന്ത്സ്, അതായത് വാറണ്ടി പീരീഡ് എത്ര എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്ന സ്ഥിതിക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു ആൻഡ് ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ ചെയ്യുന്നു. എക്സാക്ട്ലി ഇവിടെ റിസൾട്ട് കിട്ടി. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ബാക്കിയുള്ളത് ഇവിടെ പോപ്പ് ചെയ്തു. കാരണം ഇവിടെ ചിലതിനാണെങ്കിൽ 12 months, ചിലതിന് 24 months, ചില 6, 12, 36 months അങ്ങനെ പോകുന്നുണ്ട്, റൈറ്റ്? ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഫോർ സേഫർ സൈഡ് നമുക്ക് എപ്പോഴാണ് എക്സ്പയറി ഡേറ്റ് ആവുന്നത് അതിൻ്റെ ഒരു ദിവസം മുന്നുള്ള ഡേറ്റ് ആണ് ഇവിടെ വേണ്ടത്. അതുകൊണ്ട് ഈ ഫസ്റ്റ് സെല്ലിൽ വീണ്ടും കഴ്സർ പ്ലേസ് ചെയ്യുന്നു, ജസ്റ്റ് എഡിറ്റ് ചെയ്യുന്നു. ആ ക്ലോസ് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം -1 ആൻഡ് എഗെയിൻ ഡബിൾ ക്ലിക്ക്. ആ റെസ്പെക്റ്റീവ് സെല്ലിലും റിസൾട്ട് ജനറേറ്റ് ചെയ്ത് വന്നു. അതായത് എക്സാക്ട്ലി എക്സ്പയറി ഡേറ്റ് അന്നല്ല ഇവിടെ കാണിക്കുന്നത്, ഒരു 1 day ബിഫോർ ആയിട്ട് നമുക്കിത് കാണാൻ പറ്റും. ഈവൻ 2 days ബിഫോർ വേണമെങ്കിൽ ജസ്റ്റ് 1 ഉള്ളത് 2 ആക്കിയാൽ മതി. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ജസ്റ്റ് റിമെമ്പർ ചെയ്യുക, ഇവിടെ ആർഗ്യുമെൻറ്റ് ചോദിക്കുന്നത് എക്സ്പയറി ഡേറ്റ് ഓപ്പൺ ബ്രാക്കറ്റ്, ഫസ്റ്റ് വൺ ഇസ് പർച്ചേസ് ഡേറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് വാറണ്ടി പീരീഡ്. നമുക്ക് വേണമെങ്കിൽ ഒരു റിമൈൻഡർ എന്നുള്ളതിൽ -1, 2, 3 ആ ഡേയ്സും കൊടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഈ ഡേറ്റിന് പകരം നമ്പേഴ്സാണ് വരുന്നതെങ്കിൽ ചില സിറ്റുവേഷനിൽ അത് വരാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കഴ്സർ പ്ലേസ് ചെയ്യുന്നു, ഈക്വൽ ടു ഈ ഡേറ്റ്, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, പർച്ചേസ് ഡേറ്റ്, കോമ മന്ത്സ്, ക്ലോസ് ദി ബ്രാക്കറ്റ്. ഇവിടെ വന്നത് നമ്പേഴ്സ് മോഡലാണ്. നമുക്ക് ഈസി ആയിട്ട് അത് ഡേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ റെസ്പെക്റ്റീവ് കോളം കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, ശേഷം ഗോ ടു ദിസ് നമ്പർ സെക്ഷൻ, ഡ്രോപ്പ് ഡൗൺ ആൻഡ് ഷോർട്ട് ഡേറ്റ് ഓർ ലോങ് ഡേറ്റ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഷോർട്ട് ഡേറ്റ് ആണ്, നമുക്ക് വേണമെങ്കിൽ ലോങ് ഡേറ്റ് ആക്കാം. അത് ആ ലെവലിൽ നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ലോങ് ഡേറ്റ് ആക്കാം. കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, ശേഷം ഗോ ഹിയർ ആൻഡ് ലോങ് ഡേറ്റ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.